അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ 5ാം ക്ലാസ്സിലെ മക്കളെ, നമുക്ക് ഈ ഒന്നാമത്തെ പാഠത്തിലുള്ള വർക്കുകളൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? മർഹബൻ യാ ഖൈറദാ. അതിൻ്റെ അർത്ഥം എന്താ? ഉത്തമ പ്രബോധകരെ സ്വാഗതം. ഇനി നമുക്ക് ഇതിലുള്ള വർക്കുകൾ നോക്കാം. ഒന്നാമത്തെ നുക്കമ്മിൽ നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം. എന്താണ് തോല എൻ്റെ ബാക്കി? അൽവദായിൻ്റെ അടിയിലുള്ള പറയൂ, നിങ്ങൾ പറയൂ. ഉസ്താദ് പറയാം. തോല അൽ ബദുറു അലൈന മിൻ സനിയാത്തിൽ വദായി. ഓക്കെ, ഇത് പറയൂ. വജബ ഡാഷ് ദായി വരെ പറയൂ. ഉസ്താദ് പറയാം. വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാഇ. ഓക്കെ, ഈ മൂന്നാമത്തെ ഇത് പറയൂ. അയ്യുഹൽ ഡാഷ് അൽ മൂത്തായി പറയൂ. ഉസ്താദ് പറയട്ടെ. അയ്യുഹൽ മബ്ഊസു ഫീന ജിത ബിൽ അംരിൽ മൂത്തായി. ഓക്കെ, ഇത് പറയൂ മക്കളെ. ജിത്ത ഡാഷ് ദായി വരെ പറയൂ. ഉസ്താദ് പറയട്ടെ. ജിത്ത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദായി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നുതർജിമു, അർത്ഥം പറയാം. അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖുദുമുൽ മദീന. ഇതിൻ്റെ അർത്ഥം ഇവിടെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ പറയൂ. ഉസ്താദ് പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ മദീന നിവാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു. ഓക്കെ, ഇനി ഇത് 2. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലൽ ബദിരി ബൽ അൻവറു മിൻഹു. ഇതിൻ്റെ അർത്ഥം ഇവിടെയാണ് വേണ്ടത്. ഒന്ന് പറയൂ മക്കളെ. ഈ ഉസ്താദ് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്, എന്നാൽ അതിനേക്കാളും പ്രകാശമുള്ളവരാണ്. ഓക്കെ, ഇനി നമുക്ക് നുഅരിബു അറബിയാക്കാം. ഇതിനെ അറബിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് സന്മാർഗവുമായി വന്നു. ഇതിനെ ഇങ്ങനെ അറബിയാക്കുക. ഇവിടെയാണ് വേണ്ടത്. നിങ്ങൾ പറയൂ. അതിന് ഉസ്താദ് പറയാം. വജാഅ ബിൽ ഹുദാ മിനല്ലാഹി തആല. ഓക്കെ, ഇനി ഇത് നോക്കാം. നബി തങ്ങൾ പൂർണ്ണ ചന്ദ്രനെ പോലെയാണ്, എന്നാൽ അതിനേക്കാളും പ്രകാശമുള്ളവരാണ്. ഇത് എങ്ങനെ അറബിയിലാക്കുക? ഒന്ന് പറയൂ. ഓക്കെ, ഉസ്താദ് പറയട്ടെ. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ലൽ ബദിരി ബൽ അൻവറു മിൻഹു. ഓക്കെ, നമുക്ക് അടുത്ത പേജ് നോക്കാം. നുതർജിമു, അർത്ഥം പറയാം. ഇതിൻ്റെ ഒക്കെ അർത്ഥം 4 ഉണ്ട്. തോല അൽ ബദുറു അലൈന. ഇതിൻ്റെ അർത്ഥം ഇവിടെയാണ് വേണ്ടത്. എന്താ കൊടുക്കുക? നിങ്ങൾ പറയൂ. ഉസ്താദ് പറയട്ടെ. ഞങ്ങളിൽ പൂർണ്ണ ചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു. ഇത് ജിത ശറഫ്തൽ മദീന. ഇതിൻ്റെ അർത്ഥം എന്താണ്?
പറയട്ടെ, അങ്ങയുടെ ആഗമനം, അങ്ങയുടെ വരവ് മദീനയെ തിളക്കമുള്ളതാക്കി. ഓക്കെ, ഇനി ഇത് ജിത്താബിൽ അംരിൽ മൂത്തോയ്, ഇതിൻ്റെ അർത്ഥം എന്താ വേണ്ടത്? പറട്ടെ, അങ്ങ് വന്നത് അംഗീകരിക്കപ്പെടുന്ന കാര്യവുമായിട്ടാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, മിൻസേനിയാത്തിൽ വദായി, ഇതിനർത്ഥം എന്താ വേണ്ടത്? പറട്ടെ, മലമടക്കുകൾക്കിടയിൽ നിന്ന്, തായ്വരയിൽ നിന്ന്. ഓക്കെ, നുഅരിബു, ഇത് നമുക്ക് അറബിയാക്കാം. ഇതെന്താ? പ്രബോധകരിൽ ഉത്തമരെ അങ്ങേക്ക് സ്വാഗതം എന്നെങ്ങനെ അറബി പറയാ? പ്രബോധകരിൽ ഉത്തമരെ പറയൂ, അങ്ങേക്ക് സ്വാഗതം. പറട്ടെ, മർഹബൻ യാ ഖൈറ ദായി, മർഹബൻ യാ ഖൈറ ദായി. ഇത് പ്രബോധകൻ പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം. അതെങ്ങനെ പറയാം? പറട്ടെ, മാ ദഅ ലില്ലാഹി ദാഇ. ഓക്കെ, ഇത് ഞങ്ങളിൽ നിയോഗിതരായവരെ. അതിൻ്റെ അർത്ഥം എന്താ? പറട്ടെ, അയ്യുഹൽ മബ്ഊസു ഫീന. ഒന്നും കൂടെ, നന്ദി പ്രകടിപ്പിക്കൽ ഞങ്ങളിൽ നിർബന്ധമായിരിക്കുന്നു. അതെങ്ങനെ പറയാം? പറട്ടെ, വജബ ശുക്രു അലൈന. ഓക്കെ, അതിവിടെ കണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് നല്ലോണം ആവർത്തിച്ച് കേട്ടാൽ നിങ്ങൾക്ക് പരീക്ഷ വളരെ സിമ്പിളാവും. ഒന്നാം പാഠത്തുനിന്ന് എന്ത് ചോദ്യം വന്നാലും വളരെ സിമ്പിളായിരിക്കും. എല്ലാവരും ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.